ജ്യോതികൽപ്പോ നിരുക്തം ച ശിക്ഷാ വ്യാകരണം തഥാ ഛന്ദോ വിജീതിരേതാനി ഷഡംഗാനി വിദുശ്രുതി. വേദത്തിന് 6 ഭാഗങ്ങൾ, 6 പാർട്സ് ഉണ്ട്. ആ 6 പാർട്സിൽ ഈ ജ്യോതിഷം വരുന്നത്, ജ്യോതിഷമാണ് ആദ്യത്തെ പാർട്ട്. ജ്യോതിഷം വേദത്തിൻ്റെ കണ്ണായിട്ടാണ് പറയുന്നത്. വേദവും വേദാംഗവും കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ജ്യോതിഷം പ്രാക്ടീസ് ചെയ്യുന്ന ശ്രീ ഉണ്ണികൃഷ്ണൻ നായർ സാർ, റിട്ടയർഡ് IFS ഓഫീസർ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. സാർ, ABCയിലേക്ക് സ്വാഗതം. സാർ, എന്താണ് വേദവും വേദാംഗവും? ഒരുപാട് പേർക്ക് ഇതിൻ്റെ ഒരു എന്താ പറയുക കൺഫ്യൂഷൻസ് ഉള്ള ഏരിയയാണ്. ഒന്ന് വിശദീകരിക്കാമോ? വേദവും വേദാംഗവും, വേദവും വേദാന്തവും. വേദത്തെ പലരും പല രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഡെഫിനേഷനായിട്ട് പറയുന്നത് വിദ്യന്തേ ധർമ്മോദയ പുരുഷാർത്ഥ യൈതേ വേദ. യാതൊരു വിദ്യ കൊണ്ടാണോ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നീ 4 പുരുഷാർത്ഥങ്ങൾ, ചതുർപുരുഷാർത്ഥങ്ങൾ നേടാനാവുന്നത്, അത് ആ വിദ്യയാണ് വേദം എന്ന് പറയുന്നത്. ശരി, വേദം എന്നുള്ള വാക്കിന് വിദ് എന്ന ധാതുവിൽ നിന്നാണ് ഉത്ഭവിച്ചത്. നമ്മൾ സാധാരണ ഭാഷയിൽ പറഞ്ഞ നോളജ് എന്നേ അതിനർത്ഥമുള്ളൂ, വേറൊന്നുമില്ല. പക്ഷെ വേദത്തിൽ നമ്മൾ ധർമ്മം, അർത്ഥം, കാമം എന്നീ പറയുന്നത് നമ്മുടെ ഡെയിലി ലൈഫ് തന്നെയാണ്. അതെ, മെറ്റീരിയൽ ലൈഫ് തന്നെയാണ്. അപ്പോൾ ആ മെറ്റീരിയലായിട്ടുള്ള ലൈഫ് പറയും, 4ാം മെറ്റീരിയലായിട്ട് തന്നെ ഡെയിലി ലൈഫ് എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള പഴയകാല ഒരു 5000 വർഷങ്ങൾക്കോ ഒക്കെ മുമ്പായിട്ടുള്ള ഒരു നോളജാണിത്. എന്നാൽ അതിൽ പറയുന്ന മോക്ഷമെന്ന് പറയുന്ന ഭാഗം, ലിബറേഷൻ എന്നാണ് ഇപ്പോൾ ഇംഗ്ലീഷിൽ ചുരുക്കത്തിൽ പറയാറുള്ളത്. അത് മെറ്റീരിയൽ ലൈഫിനൊക്കെ കൂടുതലായിട്ട് സ്പിരിച്വൽ ലൈഫാണ്. അതിനെയാണ് വേദാന്തം കൊണ്ടുപോകുന്നത്. അപ്പോൾ വേദത്തിൻ്റെ അവസാനമാണ് വേദാന്തം. വേദം എവിടെ കൊണ്ടെത്തുന്നോ അതാണ് വേദാന്തം, സ്പിരിച്വാലിറ്റി എന്ന് പറയാം. അപ്പോൾ അതാണ് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള, മനുഷ്യൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള അവസ്ഥയാണ് വേദാന്തം, ലിബറേഷൻ, ജന്മമുക്തി എന്നൊക്കെ നമുക്ക് പറയാം. കർമ്മമുക്തി, ജന്മമുക്തി എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ ഇനി ഈ ജന്മമില്ലാത്ത സംസാരത്തിൽ നിന്നുള്ള മോക്ഷം, സംസാരത്തിൽ നിന്നുള്ളത്, അതാണ് മറ്റേ വേദാന്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വേദത്തിൻ്റെ പാത ഒന്ന്, അതിൻ്റെ അവസാന ഭാഗമാണ് വേദാന്തം. ഈ നമ്മുടെ വേദാന്തവും സന്തോഷം സാറ് പറഞ്ഞത് വളരെ ക്ലിയറാണ്. ഈ വേദാന്തവും ജ്യോതിഷവും തമ്മിലുള്ള കണക്ഷൻസ്, അതായത് സാധാരണപ്പെട്ട ഒരു ജ്യോതിഷൻ അല്ലെങ്കിൽ ഒരു ദൈവജ്ഞൻ വേദാന്തം അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഒന്ന് പറയാമോ എന്താണെന്നുള്ളത്? ശരിക്കും വേദത്തിന് ശരിക്കും 6 അംഗങ്ങളുണ്ട്. അതെ, 6 ശാസ്ത്രങ്ങളുണ്ട്. ഇന്നിപ്പോൾ സയൻസ് എന്നാണ് നമ്മൾ പറയാം. അത് ജ്യോതികൽപ്പോ നിരുക്തം ച ശിക്ഷാ വ്യാകരണം തഥാ ഛന്ദോ വിജീതിരേതാനി ഷഡംഗാനി വിദുശ്രുതി. വേദത്തെ 6 അംഗങ്ങളായിട്ട്, വേദത്തിന് 6 ഭാഗങ്ങൾ, 6 പാർട്സ് ഉണ്ട്. ആ 6 പാർട്സിൽ ഈ ജ്യോതിഷം വരുന്നത്, ജ്യോതിഷമാണ് ആദ്യത്തെ പാർട്ട്. ജ്യോതിഷം വേദത്തിൻ്റെ കണ്ണായിട്ടാണ് പറയുന്നത്. ജ്യോതിഷം ചക്ഷുഷീജ, ചക്ഷുസ് എന്ന് പറയുന്നത് കണ്ണാണ്. ജ്യോതിഷം വേദത്തിൻ്റെ കണ്ണായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വേദത്തിൻ്റെ പഠന ഭാഗത്ത് ഒന്നാണ് ജ്യോതിഷം ഉണ്ടായത്. ജ്യോതിഷം എന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ ജ്യോതിഷം എന്ന് പറയുന്നത് ജ്യോതിസുകളുടെ ശാസ്ത്രമാണ്, വെളിച്ചത്തിൻ്റെ ശാസ്ത്രമാണ്. അത് ഇംഗ്ലീഷിൽ ആസ്ട്രോളജി എന്ന് പറയുന്നത്, ആസ്റ്റർ എന്ന് പറയുന്നത് നക്ഷത്രങ്ങൾ, ലോഗോസ് എന്ന് പറയുന്നത് നോളജുമാണല്ലോ. അപ്പം പ്രകാശത്തെ പറ്റിയുള്ള സെൽഫ് ലൂമിനസ് ആയിട്ടുള്ള ബോഡീസാണ് നക്ഷത്രങ്ങൾ. അതിനെപ്പറ്റിയുള്ള ലൂണാർ മാൻഷൻസ്, അപ്പോൾ അതിനെപ്പറ്റിയുള്ള പഠനമാണ് ശരിക്കും. അങ്ങനെയാണ് നമ്മൾ ജ്യോതിഷം തുടങ്ങിയത്. ഭാരതീയ ജ്യോതിഷം വേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഉദാഹരണം, നമ്മുടെ പ്രധാനപ്പെട്ട വേദങ്ങൾ, ഋഗ്വേദം, യജുർവേദത്തിലൊക്കെ ഒരു 40ഓളം ശ്ലോകങ്ങൾ വെച്ച് ഈ ജ്യോതിഷത്തെ പറ്റിയുണ്ട്. അതിനുശേഷം ലഗധനാണ് വേദാംഗ ജ്യോതിഷം എന്ന് പറയുന്നൊരു ജ്യോതിഷം ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ഋഗ്വേദത്തിലും മറ്റ് വേദങ്ങളിലൊക്കെ കുറച്ച് മാത്രം ചില നക്ഷത്രങ്ങളെ പറ്റിയൊക്കെ മാത്രമേ പഠനം വന്നിട്ടുള്ളൂ. പക്ഷെ ഒരു കാര്യം പ്രത്യേകതയുണ്ട്, ഇന്ത്യൻ നോളജിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തത് നക്ഷത്രങ്ങളെയാണ്. അതേസമയം വിദേശത്തു നിന്നുള്ളവർ, അവിടെയും നല്ല നോളജ് ഉണ്ടായിരുന്നു ആസ്ട്രോളജിയെ പറ്റി. ഉദാഹരണം, ഗ്രീക്ക് യവനന്മാരുണ്ടായിരുന്നു, അറബികളുണ്ടായിരുന്നു. അവരെല്ലാം ഡിപ്പെൻഡ് ചെയ്തത് പലപ്പോഴും ഗ്രഹങ്ങളോ അങ്ങനെയൊക്കെ ആയിരുന്നപ്പോഴും നമ്മൾ സ്ഥിരമായ എന്തിനെങ്കിലും പറ്റി പറഞ്ഞാൽ മാത്രമേ ശരിയാവുള്ളൂ. ആ സ്ഥിരമായത് നക്ഷത്രമാണ്.
ബാക്കിയുള്ളതെല്ലാം ചലിക്കുന്നതാണ്. നമുക്കറിയാം മറ്റു ഗ്രഹങ്ങളെല്ലാം ചലിക്കുക. ധ്രുവ നക്ഷത്രം വടക്ക് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ നക്ഷത്രങ്ങളെ പറ്റി മാത്രം 27 നക്ഷത്രങ്ങളെ ആസ്പദമായിട്ടാണ് ഭാരതീയ ജ്യോതിഷം തുടങ്ങുന്നത്. ഈ വേദാംഗം വഴിയുള്ള സൊല്യൂഷൻസ്, അതായത് ഈ ഒരു സാധാരണ ഒരു ജാതകം നോക്കാൻ വരുന്ന ഒരു ജാതകന് ഒരു ക്രൈസിസ് വരുന്ന സമയത്താണല്ലോ ജ്യോതിഷൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് ആരും പോകാറില്ല. വളരെ കുറച്ച് ആൾക്കാർ പോകാറുണ്ട്. ഞാൻ സന്തോഷവാനാണ്, അല്ലെങ്കിൽ എൻ്റെ ഡേ ടു ഡേ ലൈഫ് ഭംഗിയായിട്ട് പോകുന്നുണ്ട്, എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണോ, കുറച്ച് ക്വാളിറ്റേറ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാർ ഇന്നും പോയി കാണുന്നതുണ്ട്. അങ്ങനെ ഒരു പെർസെൻറ്റേജ് ഓഫ് ഓഡിയൻസ് ഉണ്ട്, പക്ഷെ വളരെ കുറവാണ്. ക്രൈസിസ് മാനേജ്മെൻറ്റ് വരുന്ന സമയത്ത് ഒരു ദൈവജ്ഞനെ കാണുകയോ, അപ്പോൾ വേദാന്തം വഴി അല്ലെങ്കിൽ വേദം വഴി എന്താ സൊല്യൂഷൻസ് കൊടുക്കാൻ പറ്റുക? നമുക്ക് ജ്യോതിഷത്തിൽ ഇപ്പോൾ പറയുന്നത് നമ്മൾ ഇന്ത്യൻ നോളജിൽ വന്ന് പറയുമ്പോഴത്തെ ആ ഒരു ഇതിൽ വരുന്നത് നമ്മൾ ഗ്രഹനിലയിലേക്കാണ് എത്തുക. അതെ. അപ്പോൾ ഗ്രഹനില നമ്മൾ ചെയ്യുന്നത് ഒരു പത്രമോ കലണ്ടറോ വാച്ചോ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തെ പറ്റി നമ്മൾ ചിന്തിക്കണം. 4000 വർഷങ്ങൾ മുമ്പോട്ട് പുറകോട്ട് പോകണം. രാത്രി വന്നു കഴിഞ്ഞിട്ട് വെളിച്ചം പോലും നമ്മുടെ വീടുകളിൽ ഇല്ലാത്ത അവസ്ഥയാണ്. അന്നത്തെ കാലത്ത് ഗ്രഹങ്ങളുടെ വലിപ്പം, ഗ്രഹങ്ങളുടെ നിൽക്കുന്ന പൊസിഷൻ എല്ലാം വെച്ചുകൊണ്ട് ഭാരതീയർ ഒരു ഗ്രഹനിലയുണ്ടാക്കി. അതിനാണ് നമ്മൾ ചാർട്ട്, സോഡിയാക്ക് ചാർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. ഈ ഗ്രഹനില എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ മാത്രം ഒരു കോൺട്രിബ്യൂഷനാണ്. അതായത് ഈ ആകാശത്ത് സ്പേസിൽ നിവർന്ന് നിൽക്കുന്ന ഒരു ക്ലോക്കാണ്, ഒരു ആകാശ ക്ലോക്കാണ് നമ്മൾ ലോകത്തിന് കൊടുത്തത്. ഇന്നേ വരെ ഒരു സയൻസിനും അതിനെ ചലഞ്ച് ചെയ്യാനാവില്ല. ഒരു മനുഷ്യൻ ജനിച്ചാൽ, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് സൂര്യൻ എവിടെ നിൽക്കുന്നു, ചന്ദ്രൻ എവിടെ നിൽക്കുന്നു, പിന്നെ ചൊവ്വ എവിടെ നിൽക്കുന്നു, ബുധൻ എവിടെ നിൽക്കുന്നു, ഗുരു എവിടെ നിൽക്കുന്നു, ശുക്രൻ എവിടെ നിൽക്കുന്നു, ശനി എവിടെ നിൽക്കുന്നു, കൂടാതെ 2 രാഹുവും കേതു എന്ന് പറഞ്ഞ 9 ഗ്രഹങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ള പൊസിഷൻ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്തിട്ട് കാണിക്കുകയാണ്. ആ റെക്കോർഡ് ചെയ്ത ഗ്രഹനില വച്ചിട്ടാണ് നമ്മൾ ഒരു മനുഷ്യനെ പഠിക്കുക. അപ്പോൾ അതിനെപ്പറ്റി പഠിക്കുന്നതിൽ പൂർവജന്മകൃതം കർമ്മം ശുഭം വായതി വാശുഭം തസ്യ പങ്ക്തി ഗ്രഹാ സർവേ സൂചയന്തീഹ ജന്മിനി. പൂർവ്വജന്മത്തിൽ നമ്മൾ ചെയ്ത കർമ്മം, പൂർവ്വജന്മകൃതം കർമ്മം, അത് ശുഭമാകട്ടെ അശുഭമാകട്ടെ, അവയെപ്പറ്റി ഗ്രഹങ്ങളുടെ പങ്ക്തി, ദ ഗ്രൂപ്പ് ഓഫ് ദിസ് പ്ലാനറ്റ്സ് സൂചന നൽകുന്നു. ഇറ്റ്സ് ആൻ ഇൻഡിക്കേഷൻ. അപ്പം നമുക്ക് ഗ്രഹനില എന്ന് പറയുന്ന സാധനമാണല്ലോ നമ്മുടെ ബേസിസ്. അതെ അതെ. അതിനനുസരിച്ച് ചോദ്യമില്ല. അതിനുശേഷം അതിന് ഇൻഡിക്കേഷൻ തരുന്നു. അതിനെപ്പറ്റി വിശ്വാസികളുടെ ഇടയിൽ അവിശ്വാസികളുടെ ഇടയിൽ തീർച്ചയായിട്ടും തർക്കമുണ്ട്. ഫലഭാഗം, ഹോര വന്നിട്ട് പരാശരനും വരാഹമിഹിരനൊക്കെ ഉണ്ടാക്കിയ ഹോരകൾ, അത് ഫലഭാഗമാണ്. അതിനെപ്പറ്റിയാണ് ചർച്ച. പക്ഷേ വരാഹമിഹിരൻ്റെ മറ്റേ കോൺട്രിബ്യൂഷനെ പറ്റി ആർക്കും തർക്കമില്ല. ഇത് ഗോളങ്ങളെ പറ്റി എനിക്കോ അത് നിൽക്കട്ടെ. അപ്പം നമ്മൾ പൂർവ്വജന്മം ചെയ്തുള്ള കർമ്മങ്ങളാണ് നമ്മുടെ ഗ്രഹനിലയിലേക്ക് എത്തിയിട്ടുള്ളത്. ആ ഗ്രഹനില വെച്ചിട്ടാണ് ഒരാൾക്ക് എന്ത് സംഭവിക്കാം, എന്ത് സംഭവിക്കില്ല, അല്ലെങ്കിൽ അയാളുടെ ദശകൾ എല്ലാം വെച്ചിട്ട് അയാൾ അനുഭവിക്കാൻ പോകുന്ന അനുഭവയോഗമാണല്ലോ സൂചനയായിട്ട് പറയുന്നത്. ഈ ഗ്രഹങ്ങളെന്ന് പറയുന്ന ഒരാളുടെ ജീവിതത്തിലേക്ക് ഭൂമിയെ ചൊവ്വയോ ബുധനൊന്നും വന്നിങ്ങനെ ഇടിച്ച് നിൽക്കുമല്ല, സൂചനകൾ മാത്രം ചെയ്യുന്ന ചില കാരകങ്ങളാണ്, സൂചനകൾ മാത്രം ഹിൻ്റ് കൊടുക്കും. അപ്പം നമ്മൾ ഈ സൂചനകൾ കിട്ടിക്കഴിഞ്ഞാൽ എനിക്കിനി ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞിരിക്കേണ്ടവനല്ല മനുഷ്യൻ. അവിടെ ജ്യോതിഷൻ പറയുന്നത് നിനക്ക് ഇന്ന വഴികളിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്, നിൻ്റെ ഇന്ന സമയം സൂര്യദശയിൽ ചന്ദ്രൻ്റെ അപഹാരമാണ് മറ്റെന്നൊക്കെ പറഞ്ഞിരിക്കും. അതെ. അല്ലെങ്കിൽ ഓരോരോ ദോഷങ്ങളിൻ്റെ ഭാഗത്ത് ദോഷങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിരിക്കും. പക്ഷേ മനുഷ്യൻ അത് സൂചനകളാണ്. പക്ഷെ വേദാന്തം പറയുന്നത്, മനുഷ്യജീവിതം എന്ന് പറയുന്നത് മെറ്റീരിയൽ ലൈഫ് ആണ്. നമ്മൾ ഡെയിലി ലൈഫാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഗീതയും പറയുന്നുണ്ട്, വേദാന്തവും പറയുന്നുണ്ട്. അവിടെ നമ്മൾ ആ ലെവലിൽ നിന്ന്, ആ ഗ്രഹനിലയിൽ നിന്ന് ഉയർന്നു വരേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയാണ്. 2 പേർ ഒരുമിച്ചുണ്ടാകും. ഒരേ സ്ഥലത്ത് 2 കുട്ടികളുണ്ടാകും. 2 കുട്ടികളും, ഒരു കുട്ടി അവൻ ജീവിച്ചിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് പഠിച്ച് കുറവുകൾ എന്ന് പഠിച്ചു. എനിക്കും പ്രദീപ്ജിക്കും ഒത്തിരി കുറവുകളുണ്ട്. ഉണ്ണികൃഷ്ണനും കുറവുണ്ട്, പ്രദീപ്ജിക്കും കുറവുണ്ട്. എൻ്റെ ഗ്രഹനിലയിൽ കുറവുകളുണ്ട്, അങ്ങയുടെ ഗ്രഹനിലയിലും കുറവ്. പക്ഷേ ആ കുറവിനെ അതിജീവിക്കാനായിട്ടുള്ള കഠിനമായ ശ്രമം നടത്താൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ഞാൻ തയ്യാറാണെങ്കിൽ ഞാൻ നന്നാവും. അതിനാണ് നമുക്ക് ഈ പറയുന്നത്. അതാണ് നമുക്ക് സയൻറ്റിഫിക്കായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ളൊരു കാര്യം. അത് വിവേകാനന്ദൻ വളരെ വ്യക്തമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ 2 കുട്ടികൾ ഒരേ സമയത്തുണ്ടാകുന്നു. ഒരു കുട്ടി എന്തുകൊണ്ടെന്നവർ ആ കുട്ടിയെ ആ ശ്രമം ധർമ്മബോധത്തോടു കൂടി അവൻ മുന്നോട്ട് പോകാനുള്ള ശ്രമം, നല്ല വിദ്യാഭ്യാസം, നല്ല നോളജ് ഉണ്ടാക്കിയിട്ട് സമൂഹത്തിന് നല്ലതായിട്ട് മാറുന്നതിനുള്ള ശ്രമം നമ്മൾ നടത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ നന്നായി. അതർവൈസ് നമ്മൾ ഈ ഗ്രഹനിലയിൽ മാത്രം പെട്ട് കിടന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൻ്റേതായ ദോഷങ്ങൾ വരും. അപ്പോൾ വേദാന്തത്തിൽ എന്താ പറയുന്നത്? വേദാന്തം പറയുന്നു ഞാനും ദൈവവും എന്നും പറയും രണ്ടില്ല. ഇപ്പം നമ്മൾ ദൈവങ്ങളെ പറ്റിയൊക്കെ പറയും, ഇന്നയാൾ ദൈവം, എല്ലാവരും ദൈവമാണ്. അങ്ങ് ദൈവമാണ്, ഞാൻ ദൈവമാണ്. പിന്നെ ഇവിടെയുള്ള വേറെ ഒരാൾ എല്ലാവരും നമ്മളെല്ലാം അഹം ബ്രഹ്മാസ്മിയാണ്, തത്വമസിയാണ്, നമ്മളെല്ലാം ഒന്നാണ്. അതാണ് വേദാന്തത്തിൻ്റെ അവസാനം കറക്റ്റായുള്ള ക്രക്സ്. അപ്പോൾ അങ്ങനെ ഉള്ള നമ്മൾ സ്വയം ദൈവമാവണമെങ്കിൽ നമ്മളുള്ള ഇല്ലായ്മകളെ നശിപ്പിച്ചിട്ട് നമ്മൾ നന്നാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് മറ്റ് സഹജീവികൾക്കോ മനുഷ്യരെന്നല്ല സഹജീവികൾക്കോ പ്രകൃതിക്കോ ഗുണം കിട്ടുമെങ്കിൽ അവിടെയാണ് ജന്മത്തിൻ്റെ ഇത്. അതിനാണ് ഒരു സൂചനകൾ മാത്രമാണ് ജ്യോതിഷം. വളരെ കറക്റ്റാണ് സാർ പറഞ്ഞത്. അതായത് സാധാരണപ്പെട്ട ഒരു വ്യക്തി, സാറ് പറഞ്ഞതുപോലെ എല്ലാ പേരിലും ഒരു ദൈവത്തിൻ്റെ അംശമുണ്ട്, എല്ലാവരും ഈശ്വരന്മാരാണ്. അഹം ബ്രഹ്മാസ്മി തത്വമസി എന്ന് പറയുന്നത് നമ്മുടെ തിരിച്ചറിവിലേക്ക് വരികയും ഈ സാറ് പറഞ്ഞ ഇൻഡിക്കേഷൻസ് വളരെ ക്ലിയറാണ്. ഓരോ ഗ്രഹനില നോക്കുന്ന സമയത്തും ഓരോ ഇൻഡിക്കേഷൻസ് കിട്ടുന്നുണ്ട്. ഈ ഇൻഡിക്കേഷൻസിനെ ഒരു ജ്യോതിഷൻ അല്ലെങ്കിൽ ഒരു ദൈവജ്ഞൻ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുകയും ഒരാളുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കൊരു കോൺഫിഡൻസ് കൊടുക്കുകയും ഇൻസ്റ്റെഡ് ഓഫ് ഫിയർ ഫാക്ടേഴ്സ് കൊടുക്കുന്നതിന് പകരം നല്ലൊരു ഹോപ്പ് ജനറേഷൻ കൊടുത്ത് കോൺഫിഡൻസ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ എല്ലാവർക്കും അടുത്ത തലത്തിലേക്ക് ഉയരാൻ പറ്റും. എല്ലാവർക്കും അങ്ങനെ ആകട്ടെ. വളരെ സന്തോഷം. നന്ദി, നമസ്കാരം. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.